നമസ്കാരം. എല്ലാവർക്കും CUT ട്യൂട്ടോറിയത്തിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് CUT പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇത് നിങ്ങളുടെ CUT ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് ക്ലാസ് ആണ്. ഇതോട് കൂടിയിട്ട് ഞങ്ങൾ CUT ട്യൂട്ടോറിയം നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ഭാഗമാവുകയാണ്. നിങ്ങളെ അറ്റ് ഫുള്ളസ്റ്റ് ഹെൽപ്പ് ചെയ്യുക, CUTക്ക് വേണ്ടി നിങ്ങളെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇവിടെ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നിങ്ങളുടെ കൂടെ എല്ലാ അർത്ഥത്തിലും ഞങ്ങളുണ്ട്. സോ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ്. നമുക്ക് ആ ഒരു ആശംസയോട് കൂടിയിട്ട് നമുക്ക് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് CUT ഹിസ്റ്ററിയുടെ സിലബസ് ഡിസ്കഷനാണ്. അതായത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, നമ്മുടെ സിലബസ് എങ്ങനെയാണ്, അതിൽ ഏതൊക്കെ ഏരിയാസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ടത് ഏതൊക്കെ ഏരിയാസ് ആണ്, അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയാസിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ചോദ്യങ്ങൾ പ്രധാനമായിട്ടും വന്നിട്ടുണ്ടായിരുന്നത് എന്നും, അതുപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്ന CUTക്ക് നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയാസ്, പോർഷൻസ്, ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ ഈ എക്സാമിന്റെ ഒരു ബേസിക് ഒരു ട്രെൻഡ്, അതിന്റെ ഒരു ബേസിക് അനാലിസിസ്, അതിന്റെ ഒരു ബേസിക് പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഒരു ചെറിയൊരു എന്താ പറയുന്നത് ഒരു ഇൻട്രൊഡക്ടറി സെഷൻ പോലെ നിങ്ങളെ ഈ നമ്മളുടെ ഈ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, അതിന്റെ ഫസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം ഇതൊരു ബേസ് ആണ്. ഈ ഒരു ബേസിന് പുറത്താണ് നമ്മൾ നമ്മളുടെ കോഴ്സ്, എൻറ്റയർ കോഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു സിലബസ് ഡിസ്കഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളുടെ ക്ലാസ്സസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് നോക്കിയിട്ട് അതിന് ആ രീതിയിലുള്ള റെലവൻസും ഇമ്പോർട്ടൻസും കൊടുത്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസിന് നമ്മൾ കുറേ കൂടെ എന്താ പറയുന്നത് അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അത് കൂടുതലായിട്ട് നല്ല രീതിക്ക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഹിസ്റ്ററിയിലെ ഓരോ ടോപ്പിക്സും ഇവിടെ പ്രസന്റ് ചെയ്യും. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ CUT ട്യൂട്ടോറിയം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളിലോട്ട് എത്തുകയും ചെയ്യാം. നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ എക്സാമിനെ തയ്യാറാക്കി നിങ്ങൾക്ക് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, അത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ അഡ്മിഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് CUT ട്യൂട്ടോറിയത്തിന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ്. അപ്പൊ ആ രീതിയിലാണ് ഇവിടെ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതും ആ രീതിയിലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരാൻ വേണ്ടിയിട്ട് പോകുന്നതും. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇവിടെ നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഓറിയന്റഡ് തന്നെ ആയിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, സിലബസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ രീതിയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ക്ലാസ്സുകൾക്ക് കൂടുതൽ നമ്മൾ എന്താ പറയുന്നത്, കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ആ ഏരിയാസിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഡീപ്പായിട്ട് ആ ടോപ്പിക്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിനും ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മളുടെ ക്ലാസ്സുകൾ ഉള്ളത്. ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ നല്ലൊരു പ്ലേസിലാണ്, നിങ്ങൾ റൈറ്റ് പ്ലേസിലാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്, റൈറ്റ് പ്ലേസിലാണ് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നതും. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ഈ ഒരു റേസിൽ. അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും നിങ്ങളെ സഹകരിക്കാൻ CUT ട്യൂട്ടോറിയത്തിന്റെ വലിയൊരു ഫാക്കൽറ്റി ടീം തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോ വൺസ് അഗെയിൻ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ പുതിയൊരു ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വൺസ് അഗെയിൻ ഒരു ഹാർട്ടി വെൽക്കം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. സോ നിങ്ങൾ CUT ട്യൂട്ടോറിയം ഹിസ്റ്ററി സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും 3 തീമുകളാണ് ഉള്ളത്. 3 സ്ട്രീമുകളിൽ നിന്ന്, 3 ബ്രാഞ്ചുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് CUTക്ക് പ്രതീക്ഷിക്കാവുന്നത്. ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. ഈ 3 ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളെ നമുക്ക്
വരാൻ സാധ്യതയുള്ളൂ, വരുള്ളൂ. കാരണം സിലബസ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. CUT-യുടെ സിലബസിൽ ഈ 3 വിഷയങ്ങളെ ഉള്ളൂ. വേൾഡ് ഹിസ്റ്ററിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. +1 അല്ലെങ്കിൽ ക്ലാസ് 11 പോർഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലാസ് 12 ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, ഇന്ത്യൻ ഹിസ്റ്ററി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് CUT-യുടെ സിലബസ് കിടക്കുന്നത്. അപ്പോ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് 3 ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ 3 തീമുകളാണ്. ആ 3 തീമുകളിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററിയുടെ 3 ബ്രാഞ്ചുകളിൽ നിന്ന്, സ്ട്രീമുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ആൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ. ഓക്കെ, ഈ ഒരു ഡിവിഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഡിവിഷൻ ആയിരിക്കും. ഓക്കെ, എനിവേ ഇത് ഓറിയന്റഡ് ആയിട്ടാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മൾ ആൻഷ്യന്റ് ഇന്ത്യൻ വേൾഡ് ഹിസ്റ്ററി നമ്മൾ കവർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി മാത്രം ഫോക്കസ് ചെയ്താൽ മതി. CUT-ക്ക് ഇന്ത്യൻ ഹിസ്റ്ററി മാത്രം നമ്മൾ നോക്കിയാൽ മതി, വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇതില് ഈ 3 എണ്ണത്തില് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 2 പോർഷൻസ് ആണുള്ളത്. ഒന്ന് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി. ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ നിങ്ങളിപ്പോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2022-ലെയും 2023-ലെയും ഒക്കെ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഒന്ന് മോഡേണിൽ നിന്നാണ്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ താഴെ കിടക്കുന്നതാണ് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി. പിന്നെ അതിനും താഴെയാണ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, അതായത് ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേട്ടോ. അപ്പോ നമുക്കിപ്പോ ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിന്ന് മുൻ വർഷങ്ങളിൽ ഓരോ ഇയറും നിയർലി അല്ലെങ്കിൽ ജസ്റ്റ് മോർ ദാൻ ഒരു 15 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡീവൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിന്ന് നമുക്ക് മോർ ദാൻ 20 ചോദ്യങ്ങളും നമുക്ക് വന്നിട്ടുണ്ട് എക്സാംസിന്. അപ്പോൾ ഈ കാരണം അതൊരു വലിയൊരു ടോപ്പിക്കാണ്. കാരണം അതിൽ ബ്രിട്ടീഷുകാർ വരുന്നുണ്ട്, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫ്രീഡം സ്ട്രഗിളോട് കൂടി അത് നിങ്ങൾ അവസാനിപ്പിക്കരുത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈവൻ സിനിമ റിലേറ്റഡ് ആയിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമാണല്ലോ ഇന്ത്യൻ സിനിമകൾ. അപ്പൊ അതിൽ നിന്ന് പണ്ട് കാലത്തെ സിനിമകൾ ബേസ് ചെയ്തിട്ട് വരെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ആ ഒരു വാസ്റ്റ് ഏരിയ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പല വെറൈറ്റി ഓഫ് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. അപ്പൊ നിങ്ങൾക്കറിയാലോ എന്താണ് മൊത്തത്തിൽ ഒരു അറൌണ്ട് ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് CUT-ക്ക് ഉള്ളത്. അതിൽ ഒരു 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിന്നും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേണും ആണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. മിഡീവൽ നോക്കണ്ട എന്നല്ല, പക്ഷെ മിഡീവൽ നിന്നുള്ള ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. മിഡീവൽ എന്നുള്ള ചോദ്യങ്ങളുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഓരോ വർഷവും ഒരു 11 to 15 ചോദ്യങ്ങളാണ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ആണ് പൊതുവെ വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആൻഷ്യന്റും മോഡേണും തന്നെയാണ്, അതിലൊരു സംശയമില്ല. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് ഈ ഒരു ട്രെൻഡിനനുസരിച്ച് തന്നെയാണ് നമ്മളുടെ കോഴ്സുകളും നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏരിയാസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഡിവിഷൻ ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് പ്രധാനമായിട്ടും 4 യൂണിറ്റുകളാണ് വരുന്നത്. ഒന്ന് ഫസ്റ്റത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ഹാരപ്പൻ മീൻസ് ഏരിയയാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഹാരപ്പൻ സിവിലൈസേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആ സിവിലൈസേഷൻ എങ്ങനെ ഇല്ലാണ്ടായി, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആർക്കിയോളജിസ്റ്റുകൾ ആരൊക്കെയാണ് അവിടെ ഹാരപ്പയിൽ എക്സ്കവേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നതിനൊക്കെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ യൂണിറ്റ്. ആൻഷ്യന്റ് ഇന്ത്യയിലെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മെയിൻലി പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് ഡീൽ ചെയ്യുന്നത്, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഹിസ്റ്ററിയാണ് ഡീൽ ചെയ്യുന്നത്. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഇന്ത്യയിലെ മഹാജനപദങ്ങളെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ മഗധൻ എംപയറിനെ കുറിച്ചിട്ടും, മഗധയ്ക്ക് ശേഷം വന്നിട്ടുണ്ടായിരുന്ന മൗര്യൻ എംപയറിനെ കുറിച്ചിട്ടും, അശോക ചക്രവർത്തിയെ കുറിച്ചിട്ടും, അശോകന്റെ ഇൻസ്ക്രിപ്ഷനുകളെ കുറിച്ചിട്ടും, അശോകന്റെ ദമ്മ പോളിസിയെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ പിന്നെ അത് ഡിസ്കസ് ചെയ്യുന്നത് ഗുപ്താസിനൊക്കെ കുറിച്ചിട്ടാണ്. സോ ഇതാണ് രണ്ടാമത്തെ യൂണിറ്റ്. മൂന്നാമത്തെ യൂണിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ സോഷ്യൽ ഹിസ്റ്ററി ഫോക്കസ് ചെയ്തിട്ടാണ് ഉള്ളതാണ്. അതായത് ഇപ്പോ ഋഗ്വേദിക് കാലഘട്ടത്തിലെ സൊസൈറ്റി എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ലേറ്റർ വേദിക് കാലഘട്ടത്തിലെ സൊസൈറ്റിയിലോട്ട് വന്നപ്പോൾ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്, എന്താണ് ജാതി, എന്താണ് വർണ്ണ, അതുപോലെ തന്നെ എങ്ങനെയാണ് താഴേക്കിടയിലുള്ള ജാതികളെ അല്ലെങ്കിൽ ജാതിയിൽ പെടുന്ന ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്,
അതുപോലെ തന്നെ മഹാഭാരതത്തെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് നമ്പർ 3. ഈ മഹാഭാരതത്തിൽ എങ്ങനെയാണ് സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്നത്, കിൻഷിപ്പ് റിലേഷൻഷിപ്പ്, ഇതിനൊക്കെ കുറിച്ച്, അതായത് ഈ കൗരവര് പാണ്ഡവര് അവര് ബേസിക്കലി എന്താണ്, അവർ കിൻസ് ആണ്, പരസ്പരം ഫാമിലി കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവരെ കുറിച്ചിട്ടും ഒക്കെയാണ് മെയിൻലി ഈ ഒരു യൂണിറ്റ് നമ്പർ 3 മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂണിറ്റ് നമ്പർ 4 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇതിൽ പറയുന്നത് 2 റിലീജിയനുകളെ കുറിച്ചിട്ടാണ്. ഒന്ന് ജൈനസത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ബുദ്ധിസത്തെ കുറിച്ചിട്ടും. അതുപോലെ മെയിൻലി ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബുദ്ധിസത്തെ കുറിച്ചിട്ടാണ്. ബുദ്ധിസത്തെ കുറിച്ചിട്ടും ബുദ്ധിസ്റ്റ് സ്തൂപകളെ കുറിച്ചിട്ടും എല്ലാമാണ് ഇതിൽ മെയിൻലി ഈ ഒരു യൂണിറ്റ് 4 മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ജൈനസത്തെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് ആൻഷ്യൻ ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട യൂണിറ്റുകൾ എന്ന് പറയും. 4 യൂണിറ്റുകളാണ് നമുക്ക് ആൻഷ്യൻ ഇന്ത്യയിൽ നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് 5 മുതൽ 9 വരെയുള്ള യൂണിറ്റുകളാണ് നമുക്ക് അതിലുള്ളത്. അതിൽ യൂണിറ്റ് നമ്പർ 5 ബേസിക്കലി ട്രാവലേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അതായത് ഇന്ത്യ മധ്യകാലഘട്ടത്തിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രാവലേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോ അൽബറൂനിയെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഇബ്നു ബത്തൂത്തയെ കുറിച്ചിട്ട്, മൊറോക്കൻ ട്രാവലർ ആയിട്ടുണ്ടായിരുന്ന ഇബ്നു ബത്തൂത്തയെ കുറിച്ചിട്ട്, ആഫ്രിക്കയിൽ നിന്ന് വന്ന ആളാണ് ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്ത ഇന്ത്യയിൽ കണ്ട കാര്യങ്ങൾ, ഇന്ത്യയിലെ പട്ടണങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതിനൊക്കെ കുറിച്ചിട്ട് അത് ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഒരു യൂണിറ്റ് നമ്പർ 5. അതുപോലെ തന്നെ പിന്നെ അത് ഡിസ്കസ് ചെയ്യുന്നത് ഈ യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടാണ്, യൂറോപ്യൻ ട്രാവലേഴ്സിനെ കുറിച്ച്, എസ്പെഷ്യലി മുഗൾസിന്റെ പീരീഡിൽ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്ന ട്രാവലേഴ്സ്. നിങ്ങൾക്കറിയാലോ ബത്തൂത്ത ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഡൽഹി സൽത്തനത്തിന്റെ സമയത്താണ്. അതായത് ഒരു 1300-കളിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് സുൽത്താനായി രാജ്യം ഭരിക്കുന്ന സമയത്ത് 1320-കളിലാണ് ബത്തൂത്ത വരുന്നതും ബത്തൂത്തയെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഡൽഹിയിലെ ഖാസി ആയിട്ട് ജഡ്ജായിട്ട് അപ്പോയിന്റ് ഒക്കെ ചെയ്യുന്നത്. നമുക്കത് ഡിസ്കസ് ചെയ്യാം പിന്നീട് നമ്മളുടെ ക്ലാസ്സിൽ. അപ്പൊ ഇവരുടെ റൈറ്റിംഗ്സിനെ കുറിച്ചിട്ട്, അപ്പൊ ബത്തൂത്ത ഡൽഹി സൽത്തനത്തിന്റെ പീരീഡിൽ വരുന്നു. യൂറോപ്യന്മാരായിട്ടുള്ള ബെർണിയർ, ടവേനിയർ തുടങ്ങിയ ആളുകളൊക്കെ മുഗൾ പീരീഡിലും വരുന്നു. അപ്പൊ ഇതില് പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് ബെർണിയറിനെ കുറിച്ചിട്ടാണ്. ബെർണിയർ എങ്ങനെയാണ് ഇന്ത്യയെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മുഗൾ എംപയറിനെ അദ്ദേഹം എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഇന്ത്യയുടെ സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ സിറ്റുവേഷൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ട്രാവലോഗിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതിനൊക്കെ കുറിച്ചിട്ടാണ് യൂണിറ്റ് നമ്പർ 5 ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് നമ്പർ 6 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബേസിക്കലി റിലീജിയനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതായത് 2 റിലീജിയസ് ട്രെൻഡുകളെ കുറിച്ചിട്ട്, അതായത് ഹിന്ദുയിസത്തിൽ എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്ന ഭക്തി മൂവ്മെന്റിനെ കുറിച്ചിട്ടും ഇസ്ലാമിൽ എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്ന സൂഫി മൂവ്മെന്റിനെ കുറിച്ചിട്ടുമാണ് അതിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കബീറിനെ കുറിച്ചിട്ടും ഗുരുനാനക്കിനെ കുറിച്ചിട്ടും മീരാബായിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മൊയിനുദ്ദീൻ ചിശ്തിയെ കുറിച്ചിട്ടും നിസാമുദ്ദീനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൂഫികളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഭക്തി സയൻസിനൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഭക്തി എന്നതിനെ കുറിച്ചിട്ടും എന്താണ് സൂഫി മൂവ്മെന്റ് എന്നതിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലേക്കുള്ള ഫേമസ് ആയിട്ടുള്ള ഭക്തി സെയിൻസിനെ കുറിച്ചിട്ട്, ഭക്തി സന്യാസിമാരെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ 7ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു എംപയറിനെ കുറിച്ചിട്ടാണ്. സൗത്ത് ഇന്ത്യയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള എംപയറിനെ കുറിച്ചിട്ടാണ്. 14ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഗ്രേറ്റ് എംപയറിനെ കുറിച്ചിട്ടാണ് 7ാമത്തെ ചാപ്റ്റർ. അതായത് വിജയനഗര എംപയറിനെ കുറിച്ചിട്ടാണ് 7ാമത്തെ ചാപ്റ്റർ വരുന്നത്. അപ്പൊ അതിൽ മെയിൻലി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടുതലും അത് ഡിസ്കസ് ചെയ്യുന്നത് വിജയനഗര എന്ന് പറയുന്ന എംപയറിന്റെ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. അവിടുത്തെ ഈ റോയൽ സെന്ററിനെ കുറിച്ചിട്ടും അർബൻ സെന്ററിനെ കുറിച്ചിട്ടും ടെമ്പിളുകളെ കുറിച്ചിട്ടും മാർക്കറ്റുകളെ കുറിച്ചിട്ടും എങ്ങനെയാണ് അവര് ആർക്കിടെക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ ഫോറിൻ ട്രാവലേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ഡൊമിംഗോ പയസ്, അതുപോലെ തന്നെ അബ്ദുൾ റസാഖ് തുടങ്ങിയ ആളുകൾ എങ്ങനെയാണ് ഈ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ട്, വിജയനഗരയുടെ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ട് അവരുടെ ബുക്കുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതിനൊക്കെ കുറിച്ചിട്ടാണ് ഈ യൂണിറ്റ് നമ്പർ 7. പിന്നെ നമ്മൾ യൂണിറ്റ് നമ്പർ 8 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ കൂടെ എക്കണോമിക് ഹിസ്റ്ററി ആണ് ഡീൽ ചെയ്യുന്നത്. മുഗൾ സമയത്തെ അഗ്രേറിയൻ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് അത് മെയിൻലി പറയുന്നത്. ജമീന്ദാർമാരെ കുറിച്ചിട്ടും കർഷകരെ കുറിച്ചിട്ടും കർഷകരെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് മുഗൾ രാജാക്കന്മാർ ടാക്സ് പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്, മുഗൾസിന്റെ റവന്യൂ അഡ്മിനിസ്ട്രേഷനൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റ് നമ്പർ 8. അതില് ഐനി അക്ബരിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഐനി അക്ബരി എന്ന് പറയുന്നത് മുഗൾ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോർട്ട് ക്രോണിക്കിൾ ആണ്.
നമ്മളെ അബുൽ ഫസൽ എഴുതിയിട്ടുള്ള ബുക്കാണ് ഐനി അക്ബരി. അപ്പൊ അതിനെ കുറിച്ചിട്ടും ഈ യൂണിറ്റ് നമ്പർ 8 ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലെ കണ്ടന്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അത് എത്ര ഭാഗങ്ങളാണ് എന്നതിനൊക്കെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആ ബുക്കിൽ പറയുന്നുണ്ട്, ആ ഒരു യൂണിറ്റിൽ പറയുന്നുണ്ട്. സോ അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ യൂണിറ്റ് നമ്പർ 9 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർട്ട് ക്രോണിക്കിൾസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മുഗൾ കൊട്ടാരത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്ന കോർട്ട് ക്രോണിക്കിൾസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോ അബുൽ ഫസലിന്റെ തന്നെ അക്ബർനാമ, ഈ അക്ബർനാമയുടെ ഭാഗമാണ് ഐനി അക്ബരി. ഈ അക്ബർനാമ, അബുൽ ഫസൽ എഴുതിയ അക്ബർനാമയുടെ 3ാമത്തെ ഭാഗമാണ് ഐനി അക്ബരി. ആ ഐനി അക്ബരി മുഗൾസിന്റെ റവന്യൂ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അക്ബർനാമയുടെ മറ്റ് 2 ഭാഗങ്ങള് മുഗൾ അഡ്മിനിസ്ട്രേഷന്റെ ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളും അക്ബറിനെ കുറിച്ചിട്ടൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോർട്ട് ക്രോണിക്കിൾസ് ആയിട്ടുള്ള ഈ അക്ബർനാമയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ബാദ്ഷാനാമയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ആ ചാപ്റ്റർ. അങ്ങനെയുള്ള അതുപോലെ തന്നെ ആലംഗീർനാമ, അങ്ങനെയുള്ള ചില കോർട്ട് ക്രോണിക്കിൾസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എങ്ങനെയാണ് കോർട്ട് ക്രോണിക്കിൾസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഈ റോയൽ കിതാബ് ഖാനകളെ കുറിച്ചിട്ട്, ഈ കിതാബ് ഖാനകളിൽ വെച്ചിട്ടാണ് ബുക്കുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ബുക്കുകൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേജുകളെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് അത് കടന്നു പോയിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ എഴുത്തിന് ഉപയോഗിക്കുന്ന പെന്നിനെ കുറിച്ചിട്ട്, മഷിയെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ അതിലുള്ള ചിത്രങ്ങളെ കുറിച്ചിട്ട്, അതിലെ റൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റൈൽ നെസ്താലിക്കിനെ കുറിച്ചിട്ട്, പേർഷ്യൻ കേഴ്സീവ് റൈറ്റിങ്ങിനാണ് നമ്മൾ നെസ്താലിക് എന്ന് വിളിക്കാം. അതിനൊക്കെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു യൂണിറ്റ് 9 പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, ഇതിന്റെ ലാസ്റ്റ് ഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് അതിലുണ്ട്. 6ഓളം ചാപ്റ്ററുകൾ വരുന്ന ഒരു പോർഷൻ ആണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ അതിൽ നിന്നാണ് വരാറുള്ളത്. ഓക്കെ, അപ്പോ യൂണിറ്റ് നമ്പർ 10 ബേസിക്കലി കൊളോണിയലിസം, റൂറൽ സൈഡ് കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് യൂണിറ്റിന്റെ ഒരു പേരെന്ന് പറയുന്നത്. അതില് മെയിൻലി പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഈ എന്താ പറയുന്നത് റവന്യൂ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് ബ്രിട്ടീഷുകാര് 3 രീതിയിൽ ടാക്സുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പെർമനന്റ് സെറ്റിൽമെന്റ്, റൈറ്റ് ടു വാരി സെറ്റിൽമെന്റ്, പിന്നെ മഹൽവാരി സെറ്റിൽമെന്റ്. ഈ 3 റവന്യൂ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടാക്സ് കാരണം ജനങ്ങൾ എങ്ങനെയാണ് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നത്, അവരെങ്ങനെയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചിട്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ അങ്ങനെയുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ഈ സാന്താൾ റബല്യൻ. അപ്പൊ ഈ സാന്താൾ റബല്യനെ കുറിച്ചിട്ട് 10ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ യൂണിറ്റ് നമ്പർ 11 ബേസിക്കലി 1857 റിവോൾട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ പിന്നിലെ കോസസ് എന്തൊക്കെയാണ്, അതിന്റെ കോഴ്സ് എങ്ങനെയായിരുന്നു, അതിന്റെ സപ്രഷൻ എങ്ങനെയാണ് ബ്രിട്ടീഷുകാര് 1857 റിവോൾട്ട് അടിച്ചമർത്തിയിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ 1857 റിവോൾട്ടിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ് എന്നീ വിഷയങ്ങളാണ് യൂണിറ്റ് നമ്പർ 11 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മളുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട്. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ 1857 റിവോൾട്ട് ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാം. പിന്നെ യൂണിറ്റ് നമ്പർ 12 അതിൽ കൊളോണിയലിസം, ടൗണുകളെ കുറിച്ചിട്ടാണ് മെയിൻലി പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ സമയത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ. അപ്പോ നിങ്ങൾക്കറിയാലോ, ബ്രിട്ടീഷുകാരുടെ സമയത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് കൽക്കട്ട, അതുപോലെ തന്നെ ബോംബെ, മദ്രാസ് തുടങ്ങിയ പട്ടണങ്ങൾ. അപ്പോൾ ഈ പട്ടണങ്ങളെ കുറിച്ചിട്ടും ഈ പട്ടണങ്ങളുടെ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടൊക്കെയാണ് യൂണിറ്റ് നമ്പർ 12 ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് നമ്പർ 13 ഇന്ത്യയുടെ നാഷണൽ മൂവ്മെന്റ് ആണ്. നാഷണൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഏറ്റവും കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യുന്നത് ഗാന്ധിയാണ്. ചെറിയ രീതിയിൽ മാത്രമേ കോൺഗ്രസിനെ കുറിച്ചിട്ടും കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരെ കുറിച്ചിട്ടൊക്കെ പറയുന്നുള്ളൂ. ആ ചാപ്റ്റർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഗാന്ധിയാണ്. ഗാന്ധിയുടെ ഏർലി സ്ട്രഗിൾസ്, ചാമ്പാരനെ കുറിച്ചിട്ട്, ഖേദയെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കിനെ കുറിച്ചിട്ട്, പിന്നെ ഗാന്ധി നടത്തിയിട്ടുണ്ടായിരുന്ന ഖിലാഫത്ത്, അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസൊബീഡിയൻസ്, അത്തരം കാര്യങ്ങളാണ് ഈ യൂണിറ്റ് നമ്പർ 13 ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് നമ്പർ 14 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇന്ത്യയുടെ പാർട്ടീഷൻ, അതായത് 1947 പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് ഉണ്ടായത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ പാർട്ടീഷന്റെ പിന്നിലെ കാരണങ്ങൾ,
ജിന്നയെ കുറിച്ചിട്ട്, മുസ്ലിം ലീഗിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഈ ഹിന്ദു മഹാസഭയെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സെപ്പറേറ്റ് ഇലക്ട്രേറ്റിനെ കുറിച്ചിട്ട് 1909 ബ്രിട്ടീഷുകാർ ഈ ഈ മിന്റോ മോർലി റിഫോമിന്റെ ഭാഗമായിട്ടാണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊണ്ടുവരുന്നത്, അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഈ എങ്ങനെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ഈ 1946 നടന്ന ആ ഒരു ഡയറക്റ്റ് ആക്ഷനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റത്തെ ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അംബേദ്കറിനൊക്കെ കുറിച്ചിട്ടാണ് യൂണിറ്റ് നമ്പർ 15. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 15 ചാപ്റ്ററുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അത് ഓരോന്നിനും അത് നമ്മൾ മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ഈ ഓരോ 15 യൂണിറ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ അതിന് ഓരോന്നിനും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് പ്രിയോറിറ്റി വൈസ്. ഏതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏത് ചാപ്റ്ററിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചായിരിക്കും ഇവിടെ നമുക്ക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഈ തീമാറ്റിക് പ്രിയോറിറ്റി നമുക്കൊന്ന് നോക്കാം. അതായത് എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ചാപ്റ്റേഴ്സ് 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 15 ചാപ്റ്ററും ഒരേപോലെ പഠിക്കണം എന്നല്ല, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതിനൊന്ന് നമ്മൾ പ്രിയോറിറ്റൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. തീമാറ്റിക് പ്രിയോറിറ്റൈസേഷൻ. ഏതൊക്കെ ഏരിയകളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോ ഹാരപ്പൻ സിവിലൈസേഷൻ നിങ്ങൾക്ക് CUT-ക്ക് വരാവുന്നതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു സംശയവുമില്ല, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ കൂടെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഈ ആൻഷ്യന്റ് മിഡീവൽ മോഡേണിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ടോപ്പിക് ആണ് ഏത്, ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പൊ 3 തവണയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ 2022, 2022, 23, 24 3 തവണയും എന്താക്കിയിട്ടുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 5-6 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ്, അർബനൈസേഷൻ, ടൗൺ സിറ്റി പ്ലാനിങ്, അതിന്റെ ഡീക്ലൈൻ, ആർക്കിയോളജിസ്റ്റുകൾ ആരൊക്കെ, എവിടെയൊക്കെയാണ് അവർ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് പഠിക്കണം. നമ്മളത് ഇവിടെ നിങ്ങളുടെ CUT-യുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സംശയവും വേണ്ട, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് ഹാരപ്പയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ, നമ്മൾ ഈ മൗര്യാസിനെ ഗുപ്താസിനെയൊക്കെ കുറിച്ചിട്ടുള്ള പാഠം, അത് അത്ര റെലവെന്റ് അല്ല. കാരണം മുൻവർഷ PYQs നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഗുപ്താസിനെ കുറിച്ചിട്ടും മൗര്യാസിനെ കുറിച്ചിട്ടൊന്നും അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പക്ഷെ അതിനർത്ഥം പാടെ അത് നെഗ്ലക്ട് ചെയ്യാന്നല്ല, നമ്മൾ ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും, പക്ഷെ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്ക് സോഷ്യൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വേദിക് ഏജ്, കാസ്റ്റ്, ജെൻഡർ, കിങ്ഷിപ്പ്, മഹാഭാരത തുടങ്ങിയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. അത് അത്യാവശ്യം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എസ്പെഷ്യലി ഈ വൈദിക കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട്, വേദിക് ഏജുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. 3 വർഷങ്ങളിലും വേദിക് ഏജുമായിട്ട് ബന്ധപ്പെട്ട് മഹാഭാരത, കിങ്ഷിപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ് ജൈനിസവും ബുദ്ധിസവുമായിട്ടും 3 വർഷങ്ങളിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെയും എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹൈ തന്നെയാണ്. പക്ഷെ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, ഞാൻ വീണ്ടും അതാ പറയുന്നത്, 6-7 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ. എന്ത് പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഹാരപ്പൻ സിവിലൈസേഷൻ നന്നായിട്ട് പഠിച്ചു പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു 10-12 മാർക്ക് അതിൽ നിന്ന് എന്തായാലും കിട്ടും, ഈസി ആയിട്ട് കിട്ടും. കാരണം 6-7 ചോദ്യങ്ങൾ അതിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, ഹാരപ്പ മറക്കരുത്. അപ്പോ ഹാരപ്പയിൽ നിന്ന് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രോബബിലിറ്റിയും കൂടുതൽ അതിൽ നിന്ന് നമുക്കുണ്ട്. പിന്നെ ലെസ് പ്രോബബിൾ ആണ് ഈ രണ്ടാമത്തെ യൂണിറ്റ് ഗുപ്ത മൗര്യ. ഓക്കെ, അത്ര ചോദ്യങ്ങൾ അതിൽ നിന്ന് വന്ന് കണ്ടിട്ടില്ല മുൻ വർഷങ്ങളിൽ. പിന്നെ ഒരുപാട് തവണ റെഗുലർലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മൂന്നാമത്തെ യൂണിറ്റിൽ നിന്ന് വരുന്നുണ്ട്. അതായത് വേദിക് ഏജുമായിട്ട് ബന്ധപ്പെട്ട്, ബുദ്ധിസവുമായിട്ടും ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും ഇതേപോലെ റെലവെന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ,
നമുക്ക് വരാൻ സാധ്യത, അതായത് അതിന്റെ പ്രോബബിലിറ്റി കൂടുതലാണ്. ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത് നമുക്ക് ഹാരപ്പ തന്നെയാണ്. നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിന് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും ഇത് തന്നെയാണ്, ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഈ വേദിക് ഏജ്, ആ സമയത്തെ സൊസൈറ്റി എക്കണോമി കാര്യങ്ങൾ, പിന്നെ ജൈനിസം ബുദ്ധിസം. നമുക്കിനി ഈ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോ നിങ്ങൾ CUT-യുടെ ചോദ്യപേപ്പർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കുറെയൊക്കെ ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളെ നമ്മൾ എങ്ങനെയാ കൗണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ അത് എങ്ങനെയാ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാം, അത് എങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യാം. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ, ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചേ പറ്റും. നന്നായിട്ട്. ഇപ്പൊ പണ്ടത്തെ പോലെ ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളൊന്നും ഇവിടെ ഇല്ല. കുറെയൊക്കെ ഇല്ല, കംപ്ലീറ്റ്ലി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ചോദ്യങ്ങൾ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കുറേയും കൂടെ ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കുറെയൊക്കെ ചോദ്യങ്ങൾ വരുന്നത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ നിന്നാണ്. മനസ്സിലായോ? അപ്പോ ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ കൊടുത്തു. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാ, നമ്മൾ വെറുതെ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ഒറ്റ ലൈൻ വായിച്ചു പോകേണ്ട കാര്യമില്ല. അപ്പൊ ഹാരപ്പയിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചേ പറ്റൂ. ആ രീതിയിൽ ലൈൻ ബൈ ലൈൻ വായിച്ചേ പറ്റൂ. കാരണം അതിൽ നിന്നുള്ള ഓരോ പോർഷനിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പൊ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയാൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. മനസ്സിലായോ? അപ്പോ CUT-ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലെ ജസ്റ്റ് ഹാരപ്പ, ഓക്കെ ഹാരപ്പ ആരൊക്കെ ആർക്കിയോളജിസ്റ്റുകൾ എവിടെ എക്സ്കവേറ്റ് ചെയ്തു, ഹാരപ്പയുടെ ടൈം പീരീഡിനോ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഹാരപ്പയുമായിട്ട് ബന്ധപ്പെട്ട് A to Z കാര്യങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ, അതിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതിയിലാണ് ഇവിടെ ക്ലാസ്സുകൾ തരുന്നത്. ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആണ്. ജസ്റ്റ് പറഞ്ഞു പോകുന്ന ഒരു പരിപാടി CUT ട്യൂട്ടോറിയത്തിൽ ഇല്ല. നമ്മൾ ഡീപ്പായിട്ട് ഓരോ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രിയോറിറ്റി ബേസ് ചെയ്തിട്ടാണെന്നേ ഉള്ളൂ. ഓക്കെ, ഓരോ ചാപ്റ്ററിനും നമ്മൾ പ്രിയോറിറ്റി കൊടുത്തിട്ടുണ്ട്, ആ റെലവൻസ് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ ക്ലാസ്സുകൾ തരിക എന്നുള്ളത്. അപ്പൊ ഇവിടെ ചോദ്യം കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഹാരപ്പൻ സെറ്റിൽമെന്റ്സ് were divided into 2 sections. Roads and streets of Harappan cities were laid in approximate grid pattern. There were windows in the walls along the ground level. The Great Bath was a large square tank in Mohenjo-daro. Drainage system were small and not planned. അപ്പൊ ഇതില് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കറക്റ്റ് ആയിട്ടുള്ളത് നമ്മളോട് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലപ്പോ ഏതാണ് കറക്റ്റ് ആയിട്ട് ഉള്ളത്? പറയൂ, ഞാൻ പറയൂ. ഓപ്ഷൻ 1 ആണ്, A and D ആണ്. കാരണം ഹാരപ്പയില് 2 സെഷൻസ് ഉണ്ട്, സിറ്റാഡലും ലോവർ ടൗണും. പിന്നെ ഓപ്ഷൻ D, മോഹൻജദാരോയിലാണ് ഗ്രേറ്റ് ബാത്ത് ഉള്ളത്, വേറെ എവിടെ ഇല്ല. ഹാരപ്പയുടെ മറ്റ് സൈറ്റുകളിൽ നിന്ന് എവിടെ നിന്നും നമുക്ക് ഗ്രേറ്റ് ബാത്തിന്റെ അവശിഷ്ടങ്ങളോ എവിഡൻസോ നമുക്ക് കിട്ടിയിട്ടില്ല. ബാക്കിയുള്ളതെല്ലാം റോങ് ആണ്. കാരണം റോഡ്സും സ്ട്രീറ്റ്സും അപ്രോക്സിമേറ്റ്ലി ഗ്രിഡ് പാറ്റേൺ അല്ല, പ്രോപ്പർ ഗ്രിഡ് പാറ്റേൺ ആണ്. അതുപോലെ തന്നെ വിൻഡോസ് എന്ന് പറയുന്നത് അത് ഗ്രൗണ്ട് ലെവൽ അല്ല, കുറച്ച് ഉയർന്നിട്ടാണ്. കാരണം എന്താ, ഹാരപ്പക്കാര് പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സ്ട്രീറ്റിൽ നിന്ന് വീട്ടിന്റെ ഉള്ളിലോട്ട് കാണരുത്, ആ വ്യൂ കിട്ടരുത് എന്ന് വിചാരിച്ചിട്ട് വിൻഡോസ് എപ്പോഴും അവര് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ചും കൂടെ മേലോട്ടായിട്ടാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത്, പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹാരപ്പയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഡ്രെയിനേജ്. അപ്പൊ ഡ്രെയിനേജ് എന്ന് പറയുന്നത് അവിടെ എന്താ പറയുന്നത്, ബിഗ് ആയി, അതായത് എലാബറേറ്റ് ആയിട്ടുള്ള വലിയ മാസീവ് ആയിട്ടുള്ള ലാർജ് ഡ്രെയിനേജ് സിസ്റ്റം അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് വെൽ പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളത്, ഓരോ വീടുകളും കണക്റ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. ഓരോ വീടുകളും ഡ്രെയിനേജുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡ്രെയിനേജുകളിൽ സോക്കേജ് പിറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്, അത് വെൽ പ്ലാൻഡ് ആണ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം, നമ്മുടെ ഹാരപ്പയുടെ ക്ലാസ്സിൽ നമുക്ക് അവരുടെ ഈ ഡ്രെയിനേജ് സിസ്റ്റത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് നമ്മൾ എന്താ പറയുക, ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതായത് സിമ്പിൾ ആയിട്ടുള്ള 1 വേർഡ് ചോദ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് എക്സാമിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് നമുക്ക് ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരിക്കും, ട്രൂ ഓർ ഫോൾസ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള 1 വേർഡ് ടൈപ്പ് ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള 4 ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഫുള്ള് എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണെന്നല്ല, 1 വേർഡിന്റെ ചോദ്യങ്ങളും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞപ്പോ
ഒരു ചോദ്യം വന്നിട്ടുള്ളതാണ്. ഹാരപ്പൻസ് പ്രൊക്യൂർഡ് ലാപ്പിസ് ലസൂലി എ ബ്ലൂ സ്റ്റോൺ ഫ്രം. ഹാരപ്പൻ ഇവര് ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന കല്ല് ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ഹാരപ്പക്കാരുടെ ക്രാഫ്റ്റ് ആൻഡ് പ്രൊഡക്ഷനെ കുറിച്ചിട്ട് 1ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണിത്. അപ്പൊ നാഗേശ്വർ ആണോ, ഷോർട്ടുകായ് ആണോ, ബലാക്കോട്ട് ആണോ, ലോക്കൽ ആണോ എന്നാണ് ചോദ്യം. ഇതെല്ലാം ക്രാഫ്റ്റ് പ്രൊഡക്ഷന്റെ മെയിൻ സെന്റേഴ്സ് ആണ്. പക്ഷെ ഇതിൽ നിന്ന് ഒരു സൈറ്റിൽ നിന്ന് മാത്രമാണ് ലാപ്പിസ് ലസൂലി ഹാരപ്പക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ സൈഡിലുള്ള ഒരു റീജിയൻ ആണ്, ഒരു റീജിയൻ, ഒരു ഏരിയ ആണ്. അവിടെ നിന്നാണ് ഇത് കിട്ടിയിട്ടുണ്ടായത്. അത് ഏതാണ് അത്? ഓപ്ഷൻ ഞാൻ പറയൂ, ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ഷോർട്ടുകായിൽ നിന്നാണ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ലാപ്പിസ് ലസൂലി അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഷോർട്ടുകായ് എന്ന് പറയുന്നത് എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലാണ്. മറക്കരുത്, അത് ഓർത്ത് വെക്കുക. അതിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാം. പിന്നെ എന്താണ്, രണ്ടാമത്തെ ഭാഗത്ത് നിന്ന്, രണ്ടാമത്തെ ചാപ്റ്റർ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് പക്ഷേ എന്താണ്, ചോദ്യം ഇങ്ങനെയാണ്, ഷോർട്ട് ആൻസർ, വൺ വേർഡിന്റെ ഒരു ചോദ്യം തന്നെയാണ്. ഹു എമംഗ് ദ ഫോളോയിങ് റൂളേഴ്സ് അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ദേവപുത്ര ഓർ സൺ ഓഫ് ഗോഡ്? അതായത് ദേവപുത്ര അല്ലെങ്കിൽ സൺ ഓഫ് ഗോഡ് എന്നുള്ള ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന രാജാക്കന്മാർ ആരാണ് എന്നാണ് ചോദ്യം. ഗുപ്താസിനെ കുറിച്ചിട്ടും മൗര്യാസിനെ കുറിച്ചിട്ട് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ചോള റൂളേഴ്സ് ആണോ, മൗര്യൻ റൂളേഴ്സ് ആണോ, ഗുപ്ത റൂളേഴ്സ് ആണോ, കുഷാന റൂളേഴ്സ് ആണോ എന്നാണ് ചോദ്യം. ആരാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു ചോദ്യം നിങ്ങളുടെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന്. ഏതാണ്? ഞാൻ പറയൂ. ഓപ്ഷൻ 4 ആണ്, കുഷാന രാജാക്കന്മാരാണ് ദേവപുത്ര എന്ന് പറയുന്ന പേര്, അല്ലെങ്കിൽ സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്ന പേര് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ജനങ്ങളുടെ ഇടയിൽ ഒരു ഹൈ സ്റ്റാറ്റസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് അത്തരത്തിലുള്ള, അതായത് ഡിവൈൻ റൈറ്റ് ക്ലെയിം ചെയ്യാൻ നമ്മൾ പറയുമല്ലോ. അപ്പൊ പല രാജാക്കന്മാർ ഇപ്പോ ത്രൂ ഔട്ട് എന്താ പറയുന്നത്, നമ്മൾ വേൾഡ് ഹിസ്റ്ററി ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈവൻ ഈജിപ്ത് ഭരിച്ചിട്ടുണ്ടായിരുന്ന ഫറോവമാർ ഇതേപോലെ ഡിവൈൻ സ്റ്റാറ്റസ് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിൽ ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന ബർബൺ ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാർ ഇതേപോലെ ഡിവൈൻ സ്റ്റാറ്റസ് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. റഷ്യയിലെ രാജാവ്, റഷ്യൻ റവല്യൂഷൻ നടക്കുന്ന സമയത്ത് നിക്കോളാസ് സാർ ചക്രവർത്തി, അവിടുത്തെ റൊമാനോ ഡൈനാസ്റ്റിയിലെ രാജാവ് ഇതേപോലെ ഡിവൈൻ സ്റ്റാറ്റസ് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. രാജാക്കന്മാർ ഒരുപാട് ഇതേപോലെ ഡിവൈൻ സ്റ്റാറ്റസ് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതില് ഈ തരത്തിലുള്ള ദേവപുത്ര, ഞങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നത് കുഷാനന്മാരാണ്. ഗുപ്തന്മാർ അങ്ങനെയല്ല ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവര് പരമദൈവത, അതുപോലെ തന്നെ ചക്രവർത്തി തുടങ്ങിയ ടൈറ്റിലുകളാണ് ഗുപ്താസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൗര്യാസ് പിന്നെ ചക്രവർത്തി എന്നുള്ള ടൈറ്റിലുകളാണ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അശോകൻ ബിലവഡ് ഓഫ് ഗോഡ് എന്നുള്ള ടൈറ്റിലാണ് അശോകൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ദേവനാംപിയ പിയദസ എന്നുള്ള ടേമാണ് അശോകൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ദേവപുത്ര എന്ന് പറയുന്ന ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുഷാനന്മാരാണ്, മറക്കരുത്. ഇനി ഇതേപോലെ മഹാഭാരത ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. Contents of the text can be classified into narrative and didactic. Narrative section contains stories. Didactic section contains social norms. The narrative section was added later. The text Mahabharata is described as an idihasa within early Sanskrit tradition. ഇതിൽ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത്, ഏതാണ് എന്നാണ് ചോദ്യം. ഞാൻ പറയൂ, ഏതാണ്? ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ ഡി ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് ആണ്. രണ്ട് രീതിയിൽ മഹാഭാരതം നമുക്ക് തിരിക്കാൻ പറ്റും, നറേറ്റീവ് ആൻഡ് ഡിഡാക്റ്റീവ്. നറേറ്റീവ് സെഷനിൽ സ്റ്റോറീസ് ആണ്, ഡിഡാക്റ്റീവ് സെഷനിൽ സോഷ്യൽ നോംസ്, സോഷ്യൽ ബിഹേവിയറിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, എത്തിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ മഹാഭാരതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അതൊരു ഇതിഹാസയിൽ വരുന്നതാണ്, അതൊരു എപ്പിക്കാണ്, മനസ്സിലായോ? പിന്നെ അഗെയിൻ ഈ മൂന്നാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മഹാഭാരതം നമ്മുടെ യൂണിറ്റ് നമ്പർ 3 നിന്നുള്ള ചോദ്യമാണ്. അപ്പോ ഇതും അതിൽ നിന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതായത് സെലക്ട് ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ബ്രാഹ്മണാസ് ടു എൻഫോഴ്സ് ദ നോം ഓഫ് റൈറ്റ് ഓക്യുപ്പേഷൻ. They asserted through hymns in the Rigveda that Varna was of divine origin. They advised kings to ensure that these norms were followed within their kingdoms. They attempted to persuade people that their status was determined by their merit. They never attempted to enforce anything. It was just that people chose their occupation. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. വർണ്ണ സിസ്റ്റവുമായിട്ട് കാസ്റ്റ് സിസ്റ്റവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് ആ ചോദ്യം വായിക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഒരു ചിലപ്പോൾ ഒരൊറ്റ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു റോങ് ആൻസർ സെലക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ആ ചോദ്യങ്ങൾ 2 തവണ 3 തവണ ആ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓപ്ഷൻ സി, ദേ അറ്റംപ്റ്റഡ് ടു പെർസ്യൂഡ് പീപ്പിൾ ദാറ്റ് ദെയർ സ്റ്റാറ്റസ് വാസ് ഡിറ്റർമിൻഡ് ബൈ ദെയർ മെറിറ്റ്. അത് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് ശരിയാണ് നമ്മൾ വിചാരിച്ചു പോകും. അങ്ങനെയല്ല, ബൈ ദെയർ മെറിറ്റ് എന്നല്ല, ബൈ ദെയർ ബെർത്ത് ആണ്. മനസ്സിലായി? അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് മീൻസ് അങ്ങനെയാണത് ഉള്ളത്. അപ്പൊ ഇതില് ഏതാണ് ഓപ്ഷൻ എയും ബിയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, ബാക്കിയുള്ള രണ്ടും തെറ്റാണ്. They never attempted to enforce anything. Yes, no, they attempted to enforce ഈ കാസ്റ്റ് സിസ്റ്റം, വർണ്ണ സിസ്റ്റം എന്നുള്ളതാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ അവർ രാജാക്കന്മാരോട് അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. രാജാക്കന്മാരെ പെർസ്യൂഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർണ്ണ സിസ്റ്റം സമൂഹത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റി. മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഫസ്റ്റ് ചാപ്റ്റർ ഡൽഹി സൽത്തനറ്റും അൽബറൂനി ട്രാവലോഗ് കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അത് ഇതേപോലെ ലെസ് ഫ്രീക്വന്റ് ആണ്, നമുക്ക് അതിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടില്ല. പക്ഷെ ഡൽഹി സൽത്തനറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ചെറിയൊരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഭക്തിയാണ്. കാരണം ഭക്തി മൂവ്മെന്റ്, സൂഫി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് 3 വർഷങ്ങളിലും നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇനി വരാനും നല്ല ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. സൂഫി ഭക്തി ട്രഡീഷൻ നന്നായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. സൂഫി ഭക്തി നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം, മറക്കരുത്. അതുപോലെ തന്നെ വിജയനഗര എംപയർ നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വിജയനഗര എംപയറുമായിട്ട് ബന്ധപ്പെട്ട മുൻ വർഷങ്ങളിൽ 2 തവണയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ അത് മീഡിയം ലെവലാണ്, അത്ര അങ്ങോട്ട് ഡീപ്പായിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മുഗൾ എംപയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. മുഗൾ എംപയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ട് 6 7 ചോദ്യങ്ങൾ ഇതേപോലെ മുഗൾ എംപയർ മാത്രമായിട്ട് ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. 3 വർഷങ്ങളിലും മുഗൾ എംപയറുമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ട്. അപ്പൊ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് വരാനും നല്ല ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഹൈ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്ത് നിങ്ങൾ അത് നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ പിന്നെ ക്രോണിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ലെസ് ഫ്രീക്വന്റ് ആണ്. ഒരു തവണയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. അപ്പൊ ഡീപ്പായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ മുഗളിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മുകളിൽ നിന്ന് മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ കുറെയൊക്കെ സിമ്പിൾ ആണ് എന്നുള്ളതാണ്. എല്ലാം സിമ്പിൾ ആണെന്നല്ല, കുറെയൊക്കെ സിമ്പിൾ ആണ്. അപ്പോൾ ആൻഷ്യന്റിന്റെയും മോഡേണിനും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് മിഡീവൽ എന്നുള്ള ചോദ്യങ്ങൾ കുറേയും കൂടെ വൺ വേർഡ് ടൈപ്പ് ചോദ്യങ്ങളാണ് കുറെയൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, അക്കോർഡിംഗ് ടു ഡാഷ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ ഡിഫറൻസസ് ബിറ്റ്വീൻ മുഗൾ ഇന്ത്യ ആൻഡ് യൂറോപ്പ് വാസ് ദ ലാക്ക് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇൻ ലാൻഡ് ഇൻ ദ ഫോം ഓഫ്. അതായത് മുഗൾ എംപയറിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ട്രാവലർ ആരാണ് എന്നാണ് ചോദ്യം. അപ്പൊ ആ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ട് 2 ഓപ്ഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയും നിങ്ങൾ ചെയ്യുക. അതായത് ഓപ്ഷനുകൾ, ചോദ്യം നോക്കിയിട്ട് ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്. ഇപ്പൊ ഈ മിഡീവൽ ഇന്ത്യ ആൻഡ് യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് ഒരു യൂറോപ്യനാണ് എന്നുള്ള കാര്യം അതിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ ഇതിൽ ബത്തൂത്ത് എന്തായാലും അല്ല, കാരണം ആഫ്രിക്കക്കാരനാണ്. അൽബറൂനിയും അല്ല, സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന ആളാണ്. ഗസനിയുടെ കൂടെ ഇന്ത്യയിലോട്ട് വന്ന ആളാണ് അൽബറൂനി. അപ്പൊ അൽബറൂനിയും അല്ല. പിന്നെ ബെർണിയറും ഉണ്ട്, ടവേനിയറും ഉണ്ട്. ഇതിൽ ആരാണ് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. ബെർണിയർ ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. ബെർണിയറും ടവേനിയറും ഫ്രഞ്ചുകാരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇതിൽ ബെർണിയർ ആണ് ഇന്ത്യയിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല, ഇന്ത്യയിലുള്ള എല്ലാ ഭൂമിയും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത് രാജാക്കന്മാരാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നോക്കാം, ഞാൻ പറഞ്ഞല്ലോ കുറെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് മിഡീവൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യം, മോസ്റ്റ് പെസൻസ് ഡ്യൂറിംഗ് ദ മുഗൾ പീരിയഡ് ഇൻ ഇന്ത്യ പ്രൊക്യൂർഡ് എ മിനിമം ഓഫ് ക്രോപ്സ്. എത്ര ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അവർ മിനിമം 2 എന്നുള്ളതാണ്. അതായത് അതായത് 2 അല്ലെങ്കിൽ 3 ക്രോപ്പുകൾ വരെ അവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു മിഡീവൽ സമയത്ത് പെസൻസ്. അപ്പൊ മിനിമം അവര് അറ്റ്ലീസ്റ്റ് 2 ക്രോപ്സ് എങ്കിലും അവർ കൃഷി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഭക്തി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, അൻഡാൽ എ വുമൻ അൽവാർ സോ ഹെർസെൽഫ് ആസ് ബിലവഡ് ഓഫ്. ഇതിൽ ആ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അൽവാർ എന്ന്. അൽവാർ എന്ന് പറഞ്ഞാൽ ആരുടെ ഫോളോവേഴ്സാ? അൽവാർ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ ഫോളോവേഴ്സിനെയാണ് നമ്മൾ അൽവാർ നമ്മൾ പറയാം. മനസ്സിലായി? നിങ്ങൾ ആ മറ്റേ എന്താ പറയുന്നത്, ഈ സിനിമ ഉണ്ടല്ലോ മണിരത്നത്തിന്റെ, അതില് ജയറാമിന്റെ ക്യാരക്ടർ അൽവാർ കടിയൻ നമ്പി അല്ലെ, വിഷ്ണുവിനെ കുറിച്ചിട്ട് അദ്ദേഹം അതിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ അൽവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? വിഷ്ണു ഭക്തരാണ്. മനസ്സിലായോ? അപ്പൊ അണ്ടാൽ എന്ന് പറയുന്നത് ഒരു ഭക്തി സെയിന്റ് ആയിരുന്നു, ഫീമെയിൽ ഒരു വിമൻ ആയിരുന്നു.
അവര് വിഷ്ണുവിനെ ആരാധിച്ചു. അതേപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റൊരു ഫീമെയിൽ ഭക്തി സെയിന്റ് ആണ് കാരക്കൽ അമ്മിയാർ. അവര് പക്ഷെ ശിവന്റെ ഡിവോട്ടി ആയിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ മോഡേൺ ഇന്ത്യ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളോണിയലിസം റൂറലിസമായിട്ട് ബന്ധപ്പെട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 3 വർഷങ്ങളിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ റെസിസ്റ്റൻസുമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുണ്ടായിരുന്ന റെസിസ്റ്റൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോ ഈ സന്താൾ റബല്യൻ ഒക്കെ കുറിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. അധികവും റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ്. നിങ്ങൾ പഠിക്കുക. ആ ഒരു ടോപ്പിക് നന്നായിട്ട് പ്രിയോറിറ്റി കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പ്രിയോറിറ്റി കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് 1857 റിവോൾട്ട്. ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതും 1857 റിവോൾട്ടിൽ നിന്നാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ ഇപ്പോ ആൻഷ്യന്റ് മിഡീവൽ മോഡേൺ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് 1 മുഗള്, 2 ഹാരപ്പ, 3 1857 റിവോൾട്ട്. ഇത് 3 നിങ്ങൾ തറവായിട്ട് നന്നായിട്ട് പഠിക്കണം. 6-7 ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അത് പഠിക്കാം. പിന്നെ നിങ്ങൾ ലെസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് കൊളോണിയലിസം, ടൗണുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഗാന്ധിയാണ്. ഗാന്ധിയും ഗാന്ധിന്റെ സമരങ്ങൾ, ഖിലാഫത്ത്, നോൺ കോപ്പറേഷൻ, സിവിൽ ഡിസൊബീഡിയൻസ്, ക്വിറ്റ് ഇന്ത്യ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. 3 വർഷങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അത് നന്നായിട്ട് തറവായിട്ട് പഠിക്കേണ്ടത് തന്നെയാണ്. പിന്നെ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടീഷൻ അത്ര ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ട, നമുക്ക് ഇനിയുള്ള എക്സാമിന് വരാനും ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് 3-4 ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനും പഠിക്കുക. അപ്പൊ മോഡേൺ ഇന്ത്യയിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി മോഡേൺ ഇന്ത്യയിലുള്ള എക്സാം പാറ്റേണും നമുക്ക് നോക്കാം. മോഡേൺ ഇന്ത്യയിൽ ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഗാന്ധിയെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം, ഗാന്ധി എങ്ങനെയാണ് നാഷണലിസം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. അതില് ന്യൂ ബ്രാഞ്ചസ് ഓഫ് കോൺഗ്രസ് were set up in various parts. A series of Praja Mandis were established to promote nationalistic creed in the princely states. Gandhi encouraged the communication of nationalist message in the mother tongue. പിന്നെ Gandhi was not able to gather support of Indian entrepreneurs and ഇൻഡസ്ട്രിയലിസ്റ്റ്. ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ? ഞാൻ പറയൂ. ഓപ്ഷൻ 2 ആണ്. അതായത് ഓപ്ഷൻ ഡി ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് ആണ്. അതായത് ഗാന്ധി വാസ് ഏബിൾ ടു ഗ്യാദർ സപ്പോർട്ട് ഫ്രം ഇന്ത്യൻ എന്റർപ്രണേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽസ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിലെ വ്യവസായികളിൽ നിന്ന് ഹെൽപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതൊരു ടൈപ്പ് ചോദ്യം. അപ്പം ഈ മോഡേൺ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്താ പറയുക സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പോ മിഡീവലിൽ നിന്ന് നിങ്ങൾക്ക് കുറെയൊക്കെ 1 വേർഡ് ടൈപ്പ് ചോദ്യങ്ങൾ, ആൻഷ്യന്റിൽ നിന്നും മോഡേണിൽ നിന്നും നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണ്. ഇപ്പോൾ 1 വേർഡിന്റെ ചോദ്യങ്ങൾ ഉണ്ട് കേട്ടോ മോഡേണിൽ നിന്ന്. ഇപ്പൊ ഒരു ചോദ്യം ഉണ്ട്, ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദ്യം. ഗോവിന്ദ് വല്ലഭായ് പന്ത്, രാജേന്ദ്ര പ്രസാദ്, അംബേദ്കർ, പിന്നെ വല്ലഭായ് പട്ടേൽ. ഇതിലാരാണ്? ഒരു സംശയമില്ല, കണ്ണടച്ച് നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റും. ആരാണ്? നിങ്ങൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഏതാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? നിങ്ങൾ ചെറുപ്പം മുതൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം, with which fruit did Governor General Dalhousie compare the kingdom of Awadh? കിങ്ഡം ഓഫ് അവധിനുമായിട്ട് അദ്ദേഹം ഡൽഹൌസി കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏത് ഫ്രൂട്ട് ആണെന്നാണ് ചോദ്യം. ഡൽഹൌസി അവധ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് 1857 റിവോൾട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോ ഏതാണ്? ആപ്പിൾ ആണോ, ചെറി ആണോ, ഓറഞ്ച് ആണോ, ലിച്ചി ആണോ എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ചെറി ആയിട്ടാണ് ഡൽഹൌസി കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പഴുത്ത് നിൽക്കുന്ന ചെറി, നമ്മൾ പറക്കാൻ തയ്യാറായി നിൽക്കുന്ന ചെറി എന്നാണ് അവധിനെ കുറിച്ചിട്ട് അദ്ദേഹം ഡൽഹൌസി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റൊരു ചോദ്യം 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം തന്നെയാണ്. ദ ബ്രിട്ടീഷ് ഒഫീഷ്യൽ ഹു എസ്റ്റിമേറ്റഡ് ദാറ്റ് 3/4 ഓഫ് ദ അഡൽട്ട് മെയിൽ പോപ്പുലേഷൻ വാസ് ഇൻ റെബല്യൻ ഇൻ 1857. 1857 നാലിൽ 3 ആളുകളും അവധിലെ 4-ൽ 3 ആളുകളും റിവോൾട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരാണെന്നാണ് ചോദ്യം. ഫോസീത്ത് ആണോ, ഹെൻറി ഹാർലോക്ക് ആണോ, ജെയിംസ് ഓട്ടർ ആണോ, കോളിൻ ക്യാമ്പൽ ആണോ? ആരാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ഹെൻറി ഹാർലോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഒഫീഷ്യൽ ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
അതോ നിങ്ങൾ ഓർത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ 857 ബന്ധപ്പെട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ സിലബസ് ഡിസ്കഷൻ അവസാനിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടായിരിക്കും ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതാണ് നന്നായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. സോ ഇനി നമുക്ക് നമ്മളുടെ ഡിസ്കഷനിലോട്ട് നമുക്ക് കടക്കാവുന്നതാണ്. ഓക്കെ, സോ അഗെയിൻ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. CUT ട്യൂട്ടോറിയം ഉണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുണ്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ. ഒരു വലിയൊരു ഫാക്കൽറ്റി ടീം തന്നെ നിങ്ങളെ സഹായിക്കാൻ ഇവിടെ കൂടെ ഉണ്ട്. സോ ഒന്നുകൊണ്ടും നിങ്ങൾ ബേജാറാവണ്ട. എന്തായാലും നിങ്ങൾ ഇന്ത്യയിലെ ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എത്തും. ഓക്കെ, താങ്ക് യു.